ഒരു ചിന്തകളോ ഒന്നുമില്ല. ഓല ചായയും കുടിച്ച് ഓല വീട്ടിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇവരെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ താഴെ ഭാഗത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കി വെച്ചാണ് അല്ലേ. എല്ലാ വീടിനും താഴെ ഭാഗത്തുണ്ട് അങ്ങനത്തെ ഒരു കൂട്. സുഹൃത്തുക്കളെ നമസ്കാരം, എല്ലാവർക്കും നമ്മളെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മൾ ഓട്ടോ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഏകദേശം 65ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓട്ടോ യാത്ര അങ്ങനെ തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ്. പല ദിവസങ്ങളിലും വീഡിയോ ഷൂട്ട് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനൊന്നും കഴിയുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ, മറ്റു ഒരുപാട് ഇഷ്യൂസ്. അത് ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല, അത് വേറെ വിഷയം. നമ്മളെ ദാരിദ്ര്യം പറയാനല്ലല്ലോ വീഡിയോ ചെയ്യണത്. പക്ഷെ അത് അങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതും, അല്ലെങ്കിൽ പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നെറ്റ്വർക്ക് നിൽക്കുന്നത് 0-ലാണ്. ഫുൾ 100ഓളം കിലോമീറ്റർ ചുരമാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മളോട് കഴിയുന്ന സംഗതികൾ നിങ്ങൾ അരുണാചൽ പ്രദേശിലെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ കുറച്ച് അവിടുത്തെ വീടും ഗ്രാമത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കി. ഇത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. ബസാർ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമീണ അന്തരീക്ഷമായിട്ടേക്ക് കാണുന്നത്. ഇവിടുത്തെ റോഡുകൾ ഇതാണ്. ആകണോ വണ്ടി അതാ ഇവിടെ. ഇവിടെ സാധാ ഒരു വാർപ്പിൻ്റെ വീടുണ്ട് ഇവിടെ ഇതാക്കണ്. ഇവിടെ നമ്മളെ മെയിൻ സ്ലാബൊന്നും നമ്മളവിടുത്തെ കനലിട്ട് നോക്കിയാണ് ആകെ 2 ഇഞ്ചൊക്കെയാണ് തിക്നെസ് വരുന്നത് സ്ലാബ്. ഇതിവിടുത്തെ സാധാ വീടാണ്. പക്ഷെ നമ്മൾ പോണത് എന്താ ഇതിലോട്ടാണ്. കൊച്ചു ഗ്രാമത്തിലെ വീട് മുൾവേലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നോക്കി സ്റ്റെപ്പ് മന്ദം ഇങ്ങനെ കയറി ഇറങ്ങാണ്. ഇതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ. ഞാൻ കുറച്ചും കൂടെ മേലെത്തില്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തത കിട്ടും. വീടുകൾ നോക്കി, അവരുടെ കൾച്ചറുകളും ആംബിയൻസൊക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു വീട്. അടുത്ത വീടാണ് ഏറ്റവും വെറൈറ്റി കേട്ടോ. ഇവിടെ നിന്നാണ് നോക്കി അതിൻ്റെ ഒരു വ്യൂ. അവിടെ കണ്ടില്ല ഞങ്ങൾ എടാ ചെറിയ വീടുകൾ. അത് എന്താ സംഭവം മനസ്സിലായോ? അവിടെ കൃഷി ഇറക്കാനുള്ളതാണ് ഇനി. അപ്പോൾ ധാന്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടേ അവർ സെറ്റ് ചെയ്യണതാണത്. നമുക്കൊന്നും കൂടെ മേലേക്ക് പോയി വെക്കാം. നോക്കിയാണി ഇത് ഇവിടുത്തെ ഒരു വീടാണ്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കി, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഏതാലേ പൊളി വൈബ്. ഒരു രക്ഷയില്ല. എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ കേട്ടോ. ഞാൻ അപ്പുറത്ത് വേറൊരു വീട്. 1-2 വീടുകളൊന്നുമില്ല, ഒരുപാട് വീടുകളുണ്ട്. നോക്കി ഇഷ്ടംമാതിരി വീടുകളാണ്. ഹായ് കേരള से ऑटो ट्रैवलिंग ऑटो नाम क्या है? जुमके बाम. हाँ ഇത് മൂപ്പര വീട്ടിൽ നിന്നാണ് മൂപ്പര് വരുന്നത് കേട്ടോ. അതിലൊരു വീട് കയറി നോക്കാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഏതെങ്കിലും ഒരു വീട്ടിലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. ഔ ഈ സ്ഥലങ്ങൾ നോക്കി നിങ്ങൾ, ഏതാലേ ബ്യൂട്ടി. പക്ഷെ ഇവർ എന്തിനാണ് താഴെ ഭാഗത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കി വെച്ചാണ് അല്ലേ. എല്ലാ വീടിനും താഴെ ഭാഗത്തുണ്ട് അങ്ങനത്തെ ഒരു കൂട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ ഒരു ഷോപ്പുണ്ട്. അതൊരു ഗ്രാമമാണ് സംഗതിയിൽ. ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. അതാ ഈ വീടിൻ്റെ താഴെ ഭാഗത്തുനിന്ന് പോയി നോക്കാം നമുക്ക്. അവിടെ ആൾക്കാരുണ്ട്. നമ്മൾ കയറി ചെന്നാൽ മോശമാകുമോ? ഇതങ്ങനെ പോവാട്ടോ. ഇവിടെ 2-3 കടകളൊക്കെ ഉണ്ട്. ഇതൊരു കടയാണ്. കേരള से ट्रैवलिंग टूरिस्ट ऑटो ट्रैवलिंग. ऑटो लेके आए.
ഓട്ടോയിലേക്ക് കേരള സർ. നെക്സ്റ്റ് മെച്ചുക്ക. ഇവിടുത്തെ കടകൾ നോക്കി, പലചരക്ക് കടകൾ. ഈ വീട്ടിലൊന്ന് കയറാൻ പറ്റുമോ? ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല, നമ്മളാരും ചോദിക്കാതെ കയറാൻ, അതും മോശമാണ്. നോക്കി, ഇതാണ് ഇവിടുത്തെ ഒരു വീട്. ഇവിടെ വീടുണ്ടാക്കാൻ കുറച്ച് കമ്പും ചുള്ളിയും മതി കേട്ടോ. താഴ്ഭാഗം നോക്കി, ഫോർച്ച് ഫുള്ള് പല കൊണ്ടാണ് കെട്ടിണ്ടാക്കിയേണ്ടത്. അലകൾ വെച്ച് അടുക്കി അതിൻ്റെ ഉൾഭാഗം നോക്കി തറ പ്ലെയിനായിട്ട് കിടക്കുക. ഇതാണ് വീട്ടിലേക്കുള്ള സ്റ്റെപ്പ്. മേലെയാണ് ഓരോ റൂംസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പക്ഷേ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ സ്റ്റെപ്പ്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ ഭാഗത്തും സ്റ്റെപ്പുകളുണ്ട്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇതാ വീടുകൾ. സ്കൂളാണ് തോന്നുന്നത് കേട്ടത്. ഈ കാണുന്നത് സ്കൂളാണ്. ഏതല്ലേ ഓരോ തരം കൾച്ചറുകൾ. 44 44 ഹൗസ്. 48. ഡിസ്ട്രിക്ട് നെയിം ലേപ്പറാദ. അതായത് അരുണാചൽ പ്രദേശിലെ ലേപ്പറാദ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണിത്. അവിടെ ബസാർ എന്ന് പറഞ്ഞ അങ്ങാടിയിലെ ലേപ്പറാദ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ 44ഓളം വീടുകളുള്ള ബാംബു വില്ലേജ് നെയിം ബാംചിലി എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ജസ്റ്റ് വിസിറ്റ് एक വീട് एक ഹൗസ് അല്ല एक ഹൗസ് ജസ്റ്റ് വിസിറ്റ് means I don't know. ഇവർ പറഞ്ഞത് ഈ ഒരു ഒറ്റ വീട്ടിലും ആളുകളില്ല എന്നാണ് പറഞ്ഞത്. വെറുതെ അല്ല ഇതിങ്ങനെ കാലടിച്ച് കിടക്കണത്. ഓൾ ആദ്മി ജോബ് കൾട്ടിവേഷൻ You see that also. That is called Zoom cultivation. Oh, this. Yes. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോലിക്ക് പോയിണെന്നാ പറഞ്ഞത്. ഇവരെ കൃഷിയാണ് ഇവരെ മെയിൻ. അപ്പം അങ്ങോട്ട് ജോലിക്ക് പോയിണെന്നാണ് ഇവർ പറഞ്ഞത്. ये बस्ती में ना no Christian, only Doni Bolojam. നമ്മൾ ഓട്ടോ യാത്ര മെച്ചുക്കേക്ക് പോവാണ് അരുണാചൽ പ്രദേശിലെ. അപ്പോൾ മെച്ചുക്കേക്ക് പോണ വഴിയിലൊരു ഗ്രാമം കണ്ടു. അപ്പോൾ അവിടെ കയറിയതാ. ആ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടിട്ട് മക്കളെ ഇവിടുന്ന് പോകാൻ തോന്നുന്നു. ഞാൻ നോക്കി, ചിത്രം വരച്ച് വെച്ചതുപോലെയാണ്. ഏകദേശം ഒരു 8ഓളം വീടുകളെ ഇവിടെ ഉള്ളൂ. 8-10 വീടുകളേ ഉള്ളൂ. വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന കുറച്ച് ആളുകളെയാണ് നമ്മളിവിടെ കണ്ടത്. അതാണ് ഇപ്പോൾ ഒരു വീട് എന്ന് പറയണത്. ഇവർക്കും കാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് മൂപ്പര കാറാണ്. ഇപ്പോൾ അവിടെ ആ വണ്ടിമേൽ ഇരിക്കണത് മൂപ്പരാണ്. കണ്ടില്ലേ? എൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കരം തന്നെയാണ്. ഇവരെ കൃഷിയൊക്കെ അവർ ഭയങ്കര ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ കൃഷിസ്ഥലാണ് ഇപ്പോൾ ആ കാണുന്നത് കേട്ടോ. ഒരു കുട്ടി നോക്കി ആകണു. ഒരമ്മ കുട്ടിനെ ഇട്ട് നടക്കണ നോക്കി. തൊട്ടിൽ മാറി കവുത്തിൽ കെട്ടിയിട്ടിട്ടേ ആണ്. പ്ലേസ് നോക്കി നിങ്ങൾ. അതിൻ്റെ ഒരു ചൊറുക്ക്. അരുണാചൽ പ്രദേശാണ്. എമ്മാതിരി ബ്യൂട്ടി അറിയങ്ങൾ. നമ്മളൊരു വേറെ രാജ്യത്ത് പോയ ഫീലാണ് കാണാൻ കിട്ടുന്നത്. അവരൊക്കെ വലുതായ ഓരോ പരിപാടികളിൽ ഇങ്ങനെ വലിയൊരു അങ്ങാടിനായിട്ടൊന്നും വലിയ ടച്ചൊന്നുമില്ല. വലുതായ പരിപാടികളിൽ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പീസ്ഫുൾ ജീവിതമാണ് വരുന്നത്. ഭയങ്കര സമാധാനക്കാരം. ഇവർക്ക് കുറേ വെട്ടിപ്പിടിക്കണം, അത്രത്തോളം പൈസ ഉണ്ടാക്കണം, അങ്ങനത്തെ ചിന്തകളോ ഒന്നുമില്ല. ഓല ചായയും കുടിച്ച് ഓല വീട്ടിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇവരെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷനാണ് ലൈഫിൽ. ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല വന്നു കഴിഞ്ഞാൽ.